മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്നൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രതാപനും അമ്മയും ഇറയത്തിരിക്കുന്ന സമയത്ത് മഹാലക്ഷ്മിയുടെ അമ്മ ഇറങ്ങി വരുന്നുണ്ട്. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, നീ കെട്ടി ഒരുങ്ങി എങ്ങോട്ടാണ് എഴുന്നള്ളണേന്ന് ചോദിക്കുമ്പോൾ ഞാൻ അമ്പലം വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറയണു. നിൻ്റെ മോക്കടെ കെട്ടോൻ എണീറ്റ് നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോണേയായിരിക്കും എന്ന് പറയുമ്പം മോഹിനി പറയുന്നുണ്ട്, അതെ, അതിനിപ്പോൾ എന്താ കുഴപ്പം? അതുകൊണ്ട് ആർക്കും ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. കണ്ണൻ എഴുന്നേറ്റ് നടന്നു എന്ന് വിചാരിച്ച് നിങ്ങൾക്കൊക്കെ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കണു. അവനിപ്പോൾ ഒരുപാട് എഴുന്നേറ്റ് നടക്കും. അവനിനി ജന്മം എഴുന്നേറ്റ് നടക്കാനും പോണില്ല, നിൻ്റെ മകൾക്കൊരു കുഞ്ഞ് ജനിക്കാനും പോകുന്നില്ല. ഞങ്ങളുടെ കുഞ്ഞിന് ജനിക്കുന്ന കുഞ്ഞുങ്ങളെ നോക്കി വളർത്തി ജീവിക്കാൻ നിൻ്റെ മകൾക്ക്. അവരുടെ ആ സംസാരം കേൾക്കുമ്പോൾ മോഹിനിക്ക് ഒരുപാട് വിഷമാവുന്നുണ്ട്. പിന്നീട് മോഹിനി മറുപടി ഒന്നും പറയുന്നില്ല, അമ്പലത്തിലോട്ട് പോവുകയാണ്. അങ്ങനെ അമ്പലത്തിൽ ചെന്ന് നിന്ന് ദേവിയുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെ തൊഴുത് ഒരുപാട് സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. എത്രയും വേഗം കണ്ണൻ വീൽ ചെയറിൽ നിന്ന് എഴുന്നേൽക്കണം, കണ്ണനും മഹാലക്ഷ്മിയും ഒരുമിച്ച് ഒരു നല്ല ജീവിതം തുടങ്ങണം, അതുപോലെ തന്നെ അവർക്കൊരു കുഞ്ഞ് ജനിക്കണം എന്നൊക്കെയാണ് മോഹിനി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്. ആ സമയത്ത് മഹിയെ എപ്പോഴും കാണാറുള്ള ആ ദേവി അങ്ങോട്ട് വരുന്നുണ്ട്. മോഹിനി നിന്ന് പ്രാർത്ഥിക്കുന്ന കാണുമ്പം ദേവി വിചാരിക്കുന്നുണ്ട് മനസ്സിൽ, മകളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു അമ്മയാണിത്. ഈ അമ്മയും മകളും എത്ര നന്മയുള്ളവരാ. ഈ അമ്മയുടെ വയറ്റിൽ ജനിച്ച മറ്റൊരു മകൾക്ക് ഒരു നന്മയും ഇല്ലല്ലോ, ദുഷ്ട മനസ്സാണല്ലോ അവരുടെ എന്നൊക്കെ ഇങ്ങനെ ദേവി വിചാരിക്കുന്നുണ്ട്. പിന്നീട് മോഹിനിയുടെ അടുത്തേക്ക് ദേവി വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോൾക്ക് എന്താ ഇത്ര പ്രയാസം എന്ന് ചോദിക്കുമ്പം മോഹിനി പറയുന്നുണ്ട്, അത് എൻ്റെ മരുമകൻ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പോയേക്കാണ്. അവൻക്ക് എഴുന്നേറ്റ് നടക്കാൻ സാധിക്കില്ല, വീൽ ചെയറിലാണ് നടക്കുന്നത്. ആ വീൽ ചെയർ ഉപേക്ഷിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ ഭഗവാന്റെയും ദേവിയുടെ അനുഗ്രഹം കൊണ്ട് സാധിക്കണേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ മരുമകൻ എഴുന്നേറ്റ് നടക്കുകയും വേണം, എൻ്റെ മകൾക്കൊരു കുഞ്ഞൊക്കെ ജനിച്ച് അവർ സന്തോഷമായിട്ട് ജീവിക്കണ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ മോഹിനി പറയുമ്പം ആ ദേവി പറയുന്നുണ്ട്, മോളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട, അവർ രണ്ടുപേരും നല്ല ഈശ്വരാനുഗ്രഹമുള്ള മക്കളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഏത് ആഗ്രഹവും ഈശ്വരൻ സാധിച്ചു കൊടുക്കും. അവർ ദീർഘകാലം ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുകയും ചെയ്യും, അവർക്ക് കുഞ്ഞുങ്ങളും ജനിക്കും, അവർ സന്തോഷമായി തന്നെ ജീവിക്കുമെന്നൊക്കെ അമ്മ പറയണു. പിന്നീട് മോഹിനി പറയുന്നുണ്ട്, ഇപ്പം എൻ്റെ മകളുടെ ഭർത്താവ് ആസ്പത്രിയിൽ ചികിത്സിക്കാൻ വേണ്ടി പോയേക്കാണ്, എനിക്ക് അവരെ ഒന്ന് കാണാൻ വേണ്ടി പോകണം. അപ്പം ഇവിടുന്ന് പ്രസാദം വാങ്ങിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ പ്രാർത്ഥിക്കാൻ വന്നതെന്നൊക്കെ പറയുമ്പം ദേവിയുടെ കയ്യിൽ നിന്നും ഒരു ഭസ്മം എടുത്ത് മോഹിനിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. ഇത് മരുമകൻ്റെ കാലിലും മേത്തൊക്കെ ഒന്ന് തേച്ച് കൊടുത്തോളൂ, അവൻ്റെ അസുഖം എത്രയും പെട്ടെന്ന് ഭേദമായിക്കോളും, ഈശ്വരൻ്റെ അനുഗ്രഹം കൂടി ഉണ്ടായിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് അത് കൊടുക്കണു. എന്നിട്ട് മോഹിനി അതൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കണ്ണനും തോമസ് ഡോക്ടറും ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. അപ്പോൾ തോമസ് ഡോക്ടർ പറയുന്നുണ്ട്, ഇയാളുടെ ഭാഗ്യമാണ് മഹാലക്ഷ്മിയെ പോലെ നല്ലൊരു പെൺകുട്ടിയെ കിട്ടിയത്. തൻ്റെ ചുറ്റിനും ശത്രുക്കളായിട്ടും ഇത്രയും നല്ല സ്വഭാവമുള്ള ഒരു പെൺകുട്ടിയെ തനിക്ക് ജീവിതത്തിലേക്ക് കിട്ടിയില്ലേ, അത് ദൈവങ്ങളുടെ അനുഗ്രഹമാണ് എന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, എൻ്റെ അച്ഛനും അമ്മയും മരണപ്പെട്ടതിന് ശേഷം എന്നെ സ്നേഹിക്കാൻ ആരും ഉണ്ടായിട്ടില്ല, എല്ലാവരും എന്നെ സ്നേഹിക്കുന്നതായിട്ട് അഭിനയിക്കുകയായിരുന്നു. എൻ്റെ ഭാര്യ മാത്രമേ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുള്ളൂ. പിന്നെ എനിക്ക് കുറച്ച് സുഹൃത്തുക്കളുണ്ട് എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ. ഇപ്പോൾ എൻ്റെ ഭാര്യ അതിനേക്കാൾ ഉപരി എന്നെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ ജീവിതം എങ്ങനെയെങ്കിലും തല്ലി തകർക്കണം എന്നാണ് എൻ്റെ സ്വന്തക്കാരുടെയും രണ്ടാനമ്മയുടെയും ഒക്കെ ചിന്ത. എൻ്റെ സ്വത്തിൽ മാത്രമാണ് അവരുടെ കണ്ണെന്നൊക്കെ പറയുമ്പം തോമസ് ഡോക്ടർ പറയുന്നുണ്ട്, ഇങ്ങനെയും മനുഷ്യന്മാരുണ്ടോ? ഒരാളുടെ സ്വത്ത് കിട്ടാൻ വേണ്ടി അയാളുടെ ജീവിതം നശിപ്പിക്കാൻ നിൽക്കുന്ന മനുഷ്യന്മാരെ ഞാൻ ആദ്യമായിട്ട് കാണാമെന്നൊക്കെ തോമസ് ഡോക്ടർ പറയുന്നു. അപ്പോൾ ഈ സമയത്ത് മോഹിനി അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അന്നേരം കണ്ണൻ അമ്മയോ വരൂ അമ്മയെന്ന് പറയണു. അപ്പോൾ തോമസ് ഡോക്ടറോട് കണ്ണൻ എന്നിട്ട് പറയുന്നുണ്ട്, ഇത് മഹിയുടെ അമ്മയാണെന്ന് പറയുമ്പോൾ ആ മകളെ പോലെ തന്നെ നല്ല ഐശ്വര്യവുമുള്ള അമ്മയാണല്ലോ, മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാം ആ മകളുടെ എല്ലാ നന്മകളും ഈ അമ്മയ്ക്കും ഉണ്ട്, അതുകൊണ്ട് തന്നെയാണ് ആ മകൾ ഇത്രയും നല്ല സ്വഭാവക്കാരിയായതെന്നൊക്കെ പറയണു. പിന്നീട് കണ്ണൻ മോഹിനിയോട് പറയുന്നുണ്ട്, അമ്മ ഇപ്പോൾ എന്തിനാ വന്നേ, അമ്മ വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ ചികിത്സ കഴിഞ്ഞ് അവിടെ വന്നതിന് ശേഷം അമ്മയെ വന്ന് കാണൂലായിരുന്നോ എന്നൊക്കെ പറയുമ്പം മോഹിനി പറയുന്നുണ്ട്, മോനെ ഒന്ന് വന്ന് കാണാഞ്ഞിട്ട് എനിക്കൊരു സമാധാനം ഉണ്ടായില്ല. വരുന്ന വഴി ഞാൻ അമ്പലത്തിൽ കയറി ഒരുപാട് പ്രാർത്ഥിച്ചു, മോൻ്റെ അസുഖമൊക്കെ പെട്ടെന്ന് ഭേദമായി, മോനൊക്കെ എഴുന്നേറ്റ് നടക്കാൻ പറ്റണേന്നും പറഞ്ഞ് ആ സമയത്ത് അവിടെ വന്ന ഒരമ്മ എൻ്റെ കയ്യിൽ കുറച്ച് ഭസ്മം തന്നു വിട്ടിട്ടുണ്ട്, ചികിത്സയ്ക്കൊപ്പം ഇതും മോൻ്റെ ദേഹത്തൊന്ന് തടവി കൊടുക്കാൻ ആ അമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് മോൻ്റെ അസുഖമൊക്കെ മാറി മോൻ പൂർണ്ണ രൂപത്തിലാവുമെന്നാണ് ആ അമ്മ എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് ഇതെന്തായാലും മോൻ ലക്ഷ്മി മോള് വരുമ്പോൾ മോൻ്റെ ദേഹത്തൊക്കെ തേക്കണമെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് കണ്ണന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ആ ഒരു ഇത് കാണിച്ചാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ
ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ അടുത്ത ഒരു എപ്പിസോഡുമായി വീണ്ടും കാണാം.